നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സ്നേഹസ്പർശം രക്തദാന ക്യാമ്പ് പേരാമ്പ്ര അഗ്നിരക്ഷാ നിലയത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. കേരള സിവിൽ ഡിഫൻസ് ടീം, ഹോം ഗാർഡ്, ഫയർഫോഴ്സ് ജീവനക്കാർ എന്നിവർ ചേർന്ന് റേസിംഗ് ഡേയോടനുബന്ധിച്ച് പേരാമ്പ്ര അഗ്നിരക്ഷാ നിലയത്തിൽ സ്നേഹസ്പർശം എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോട്ടപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്റ്റേഷൻ ഓഫീസർ CP ഗിരീഷന്റെ അധ്യക്ഷതയിൽ ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. രാജീവൻ, ഹോം ഗാർഡ്സ് അഗ്നിരക്ഷാനിലയം പേരാമ്പ്ര, ശ്രീമതി സൗദ, സിവിൽ ഡിഫൻസ് വാർഡൻ അഗ്നിരക്ഷാനിലയം പേരാമ്പ്ര, ശ്രീ ഷിജുവൻ, ആപദാമിത്ര വോളണ്ടിയർ അഗ്നിരക്ഷാനിലയം, ശ്രീ വിജീഷ് ടി അഗ്നിരക്ഷാനിലയം പേരാമ്പ്ര, മറ്റ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ റേസിംഗ് ഡേയോട് അനുബന്ധമായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് മനസ്സിലായി. എന്തായാലും ഇന്നത്തെ ഡേറ്റിൽ നടത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. നിങ്ങൾ പറഞ്ഞ ഡേറ്റ് നടത്തുകയാണെങ്കിൽ എനിക്ക് വരാൻ സാധിക്കില്ലായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK വിനോദ് മുഖ്യാതിഥിയായി. കോട്ടപ്പറമ്പ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ നസിയ, K സലീം, KFSA പ്രസിഡന്റ് ഷെജിൽ കുമാർ, KFST MA പ്രസിഡന്റ് KK ഗിരീഷ് കുമാർ, സിവിൽ ഡിഫൻസ് കോഓർഡിനേറ്റർ റഫീഖ് കാവിൽ, ഹോംഗാർഡ് KM രാജീവൻ, സിവിൽ ഡിഫൻസ് വാർഡൻ സൗദ, മുകുന്ദൻ വൈദ്യർ, ആപ്തമിത്ര വളണ്ടിയർ M ഷിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 60ഓളം വളണ്ടിയർമാരും നിലയത്തിലെ ജീവനക്കാരും രക്തദാനം ചെയ്തതായി ഡിഫൻസ് ടീം പറഞ്ഞു. നമ്മുടെ റേസിംഗ് ഡേയുടെ ഭാഗമായിട്ട് അഞ്ചാം വർഷമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, രക്തദാനം മഹാദാനം എന്ന ഈ ദൗത്യത്തിൽ ഞങ്ങൾ എല്ലാ സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും അതുപോലെ ആപദാമിത്ര എല്ലാവരും, നല്ല ഹോം ഗാർഡ്, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഒക്കെ എല്ലാവരും കൂടി സഹകരിച്ച് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു രക്തദാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇതുപോലുള്ള രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. രക്തദാനം മഹാദാനം എന്ന ആപത്വാക്യവുമായിട്ടാണ് ഇന്ന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്, ആപത്മിത്ര എന്നീ ടീം അംഗങ്ങൾ ഇവിടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 60ഓളം വോളണ്ടിയേഴ്സാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. ഏകദേശം ഒരു 40ഓളം വോളണ്ടിയേഴ്സ് രക്തദാനം നടത്തി കഴിഞ്ഞു. സജീവമായിട്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടാകുന്ന ദുരന്തങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക മേഖലകളിലൊക്കെ തന്നെ സജീവമായി ഇടപെടുന്ന ഫയർഫോഴ്സിൻ്റെ കൂടെ സഹായിക്കുന്ന ഒരു സന്നദ്ധ സേനയാണ് ഡിഫൻസ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PC പ്രേമൻ സ്വാഗതം ചെയ്ത ചടങ്ങിൽ ഓഫീസർ T വിജീഷ് നന്ദി പറഞ്ഞു. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സ്റ്റേഷൻ ഓഫീസർ ഗിരീഷും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രേമനും പറഞ്ഞു. ഡിസംബർ 6 സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്സ് റൈസിംഗ് ഡേ ആയിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആചരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുടനീളം എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ഡിസംബർ 6 മുതൽ ഒരു 2 ആഴ്ചക്കാലം വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഇതുപോലുള്ള രക്തദാനം, പിന്നെ മറ്റ് ഹോസ്പിറ്റൽ ക്ലീനിങ്, അങ്ങനെയുള്ള പൊതുപരിപാടികൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഡെമോൺസ്ട്രേഷൻ ഡ്രില്ലുകൾ മുതലായ ക്ലാസ്സുകൾ നടത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പേരാമ്പ്ര അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളും അതേപോലെ ഫയർ സ്റ്റേഷൻ്റെ കീഴിലുള്ള ആപദാമിത്ര ടീം അംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്നിട്ട് ഇതുപോലൊരു രക്തദാന ക്യാമ്പ് ഇന്നേ ദിവസം സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട DFO സാർ അഷ്റഫ് അലി സാറാണ് നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഈ ക്യാമ്പിനോട് ഞങ്ങളോട് സഹകരിച്ചത് കോഴിക്കോട് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും അവിടുത്തെ DMOയുമാണ്. കൂടാതെ ഈ ക്യാമ്പിൻ്റെ പന്നിക്കോട്ടൂർ മെഡിക്കൽ ഓഫീസർ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. ഏതായാലും അഗ്നിരക്ഷാ വകുപ്പിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഞങ്ങളിങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ഏകദേശം 70ഓളം പേര് ഈ ക്യാമ്പിൽ പങ്കെടുത്തു. 2019 കേരളത്തിൽ രൂപീകൃതമായ ഒരു സേനാ വിഭാഗമാണ് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2020 കോവിഡ് കാലത്ത് അഗ്നിരക്ഷാ സേന നടത്തിയ മരുന്ന് വിതരണ പ്രവർത്തനം തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ മരുന്ന് വിതരണ പ്രവർത്തനത്തിൽ സേനയോടൊപ്പം സഹകരിച്ചൊരു വിഭാഗമാണ് സിവിൽ ഡിഫൻസ്. അപ്പം അതിനുശേഷം കേരളത്തിലുണ്ടായ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ സേനയോടൊപ്പം വളരെ ക്രിയാത്മകമായി സേവനം നടത്തിയിട്ടുള്ള നിസ്തുല സേവനം നടത്തിയുള്ള വിഭാഗമാണ്. കാരണം അവർക്ക് സർക്കാർ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാതെ തികച്ചും വളണ്ടിയർ പ്രവർത്തനമാണ് നടത്തി വരുന്നത്. അപ്പോൾ എറണാകുളത്ത് ഉണ്ടായിട്ടുള്ള ഉണ്ടായ അഗ്നിബാധ, അതുപോലെ തന്നെ ചൂരൽമലയിലുണ്ടായ ദുരന്ത പ്രവർത്തനങ്ങൾ, പിന്നെ പേരാമ്പ്ര സ്റ്റേഷനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു മാസക്കാലം നീണ്ടു നിന്ന 64ഓളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പേരാമ്പ്രയിലെ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് വേളം പഞ്ചായത്തിൽ നടത്തിയ നെല്ല് കൊയ്ത്ത്, നെല്ല് കൊയ്യാൻ ആളില്ലാതെ ലോക്ക്ഡൗൺ കാലത്ത് ബുദ്ധിമുട്ടായ സമയത്ത് വേളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ സഹായ അഭ്യർത്ഥന പ്രകാരം നാദാപുരം നാദാപുരം സ്റ്റേഷന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് വളണ്ടിയറും നാദാപുരം സ്റ്റേഷനിലെ ജീവനക്കാരും ആ നെല്ല് കൊയ്ത് സുരക്ഷിതമാക്കുന്ന ഒരു അതിജീവന പ്രക്രിയ കൂടി നടത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി വളരെ മുക്തകണ്ഠമായ പ്രശംസ നൽകുകയും കേരളത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രത്യേക മാതൃകയായി എടുത്തു കാണിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടത്തിയ ഒരു സേനാ വിഭാഗമാണ് സിവിൽ ഡിഫൻസ്. അവരാണ് ഇന്ന് ഇവിടെ പേരാമ്പ്രയിൽ സ്റ്റേഷൻ ജീവനക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് സിവിൽ ഡിഫൻസിൻ്റെ ആവിധാമിത്രയിലെ അതുപോലെ ഹോംഗാർഡ്സിൻ്റെയും ജീവനക്കാർ ചേർന്നിട്ടാണ് ഇന്ന് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഏകദേശം 70ഓളം വരുന്ന സിവിൽ ഡിഫൻസ് ആവിധാമിത്ര പ്രവർത്തകർക്ക് അഗ്നിരക്ഷാ സേന അതിൻ്റെ ഒരു ആദരവുമായി ഒരു മൊമെൻറ്റോ നൽകിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴിക്കോട് മെഡിക്കൽ ടീമും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സേന ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ.